നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. ഇത് നമ്മൾ എൻട്രൻസ് വഴിക്ക് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പം ഇവിടെ ഫസ്റ്റ് പാർക്കിങ്ങിൻ്റെ സൈഡിൽ ആദ്യത്തെ വ്യൂ ആണ് ഇവിടെ ഉള്ളത്. അവിടെയൊക്കെ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. എൻട്രൻസിൽ നിന്ന് ജസ്റ്റ് അകത്തോട്ട് കയറി 30 രൂപ ഉണ്ട് ഇവിടെ പാസ്. ഒരാൾക്ക് 30 രൂപ. പിന്നെ കുട്ടികൾക്ക് ആദ്യം എടുത്തില്ല. എത്ര വയസ്സുള്ള കുട്ടികൾക്കാണെന്ന് അറിയില്ല, അവർ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളിത് ജസ്റ്റ് ഇങ്ങോട്ട് കയറി. ഇവിടെ ഇങ്ങനെ നമുക്ക് കുറച്ച് നടക്കാൻ 1 കിലോമീറ്ററോളം നമുക്ക് നടന്ന് പോവാം. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ല മഴ തന്നെ ഉണ്ട്. ഞങ്ങൾ റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. റെയിൻകോട്ട് എടുത്തേ. ഞങ്ങൾ എൻട്രൻസ് കഴിഞ്ഞ് അകത്തോട്ട് കയറിയുള്ളൂ, അപ്പോൾ തന്നെ നല്ല മഴ. റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റപ്പ് കഴിഞ്ഞ് നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് നടന്നാണ് കാണാൻ പോകുന്നത്. മഴയത്ത് ഞങ്ങൾ ഹെഡാറ്റൂവും പോയിപ്പോൾ മൺസൂൺ ട്രേഡൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് ഒട്ടും മഴയുണ്ടായില്ല. പിന്നാണ് മഴ കിട്ടിയത്. നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കാണാം വെള്ളച്ചാട്ടം. നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല. ഇതിപ്പോൾ അല്ല, കുറച്ചാളായി അങ്ങനെ ആക്കിയിട്ട്. ഇവിടെ കുറച്ച് പരന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പരന്ന ഇതിൽ വെള്ളം ഒഴുകുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കണ്ടിട്ടേ ഇവിടെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ബാമ്പൂവിൻ്റെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ ഒരു ഷെഡുണ്ട്. അപ്പോൾ നമുക്ക് മഴയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് അവിടേക്ക് ഒന്ന് കയറി ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് ഇത്. ഇപ്പോൾ ഇവിടെ കുളിക്കാനൊന്നും ഇറക്കണമൊന്നുമില്ല കേട്ടോ. ഇവിടെ വെള്ളവും കൂടുതലാണ്. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു 24 പേര് മരിച്ചിട്ടുണ്ടെന്ന് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കയറി വന്നോട് തന്നെ. അതിനുശേഷം ഇവിടെ അങ്ങനെ കുളിക്കാനൊന്നും സമ്മതിക്കില്ല. കമ്പി വേലി കെട്ടി തിരിച്ചേക്കാണ്. പണ്ടൊന്നും കുഴപ്പമുണ്ടായില്ല, പണ്ട് ഇറക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ അപകടങ്ങൾ വന്നേ പിന്നെ അങ്ങനെ ആക്കിയാണിത്. അപ്പോൾ ഇപ്പോൾ വെള്ളവും കൂടുതലാണ്. അല്ലാത്ത സമയത്തും ഇവിടെ കുളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അതെ, ഉള്ള വെള്ളത്തിനെ ഭയങ്കര ഒഴുക്കാണ്. അതാ ഭയങ്കര ശക്തിയിലാണ് ഒഴുകണത്. ഇപ്പൊ കാണുന്ന ഏറുമാടല്ലേ, ഇതിനകത്ത് ഞങ്ങളെ മുൻപ് വന്നു കഴിഞ്ഞപ്പോ കയറിയിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ മഴയൊക്കെ നനഞ്ഞെടുക്കണ കാരണം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ കയറി കഴിഞ്ഞാൽ അത് അടച്ചേക്കാണ്. ഇപ്പോൾ മുമ്പ് വന്നപ്പോൾ അടിപൊളിയായിരുന്നു. അത് ഞങ്ങളതിന് മുകളിലൊക്കെ കയറി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. വേണ്ട, നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേണത്. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ. ഓരോ മരത്തിനും അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള മരങ്ങളാണ്. കണ്ടോ, ഇവിടെ ചുറ്റുമുണ്ട്. ഇതേ ആ മരം കണ്ടോ, നല്ല വലിപ്പമുണ്ട് അതിന്. ഞങ്ങൾ കഴിഞ്ഞ വന്നപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത്. നല്ല വലിപ്പമാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു അത്ഭുതം തോന്നിപ്പോ നമുക്ക്. നമ്മളിതിൽ കുറച്ച് വന്നു കഴിയുമ്പോൾ ഇതിങ്ങനൊരു സ്ഥലത്തെത്തും കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് റൈറ്റ് സൈഡിലാണ് ഈ മെയിൻ വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ഈ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് കുറച്ച് ഏരിയ ഉണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുന്ന ഇത് കാണാം. അവിടെയാണ് ഇപ്പോൾ ആകെ കുളിക്കാൻ ഒക്കെ ഇറങ്ങാൻ അനുവാദമുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇപ്പുറത്തെ വലിയ വെള്ളച്ചാട്ടത്തിലൊന്നും നമുക്ക് ഇപ്പോൾ ഇറങ്ങാൻ അനുവാദമില്ല. ഇതാണ് അത്, ആ ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെയാണ് കുളിക്കാനൊക്കെ അനുവാദമുള്ളത്. ആകെ ഇവിടെയാണ് കേട്ടോ.
താഴെ ഇരുന്നേ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. നീ താഴെ ഇരുന്നതിലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണോ? നല്ല അടിപൊളി മഴയാണ് കേട്ടോ. ഞങ്ങളവിടെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം മഴ പിന്നെയും കൂടി, നല്ല മഴ, കട്ട മഴ. ഇന്നത്തെ വ്ളോഗ് കംപ്ലീറ്റ് മഴയത്താണ്. ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞങ്ങളുടെ. ഈ റെയിൻ കോട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ശരിക്കും മഴയെ ആസ്വദിക്കാൻ പറ്റിയിട്ട്. ആദ്യക്കാണ് ഇങ്ങനെ മഴയത്ത് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെല്ലാം സാധിച്ചിട്ടുണ്ട്. അടിപൊളി. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നടത്തം മഴയത്ത്.